ശരീരത്തിലുണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തെ കുർബാനത്തിൻ്റെ കുർബാന സഹായിയൊക്കെ കൊണ്ട് പണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശോ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവൂസിൽ സംഭവിക്കുന്നതും അന്ത്യത്താറ് സംഭവിക്കുന്നതും. പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വരണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിലും മുറിവും മരണമൊക്കെ ഉണ്ടാകും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിനും മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന നിരാശയില്ലാത്ത എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെ എന്താണ്? വരവ് കാത്തിരിക്കണം. വരവ് കാത്തിരിക്കുകയാണ്. അലകുമ്പോൾ അവിടെല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാത്തതും കാലം എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേലണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നിട്ട് കൊന്തേലണത് ഒരു പക്ഷേ ചിലക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചതാരാ? അപ്പം അമ്മയെ വിളിച്ചോണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമല്ല. എൻ്റെ ദൈവവേദന നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. നീ അമ്മയിലൂടെ യേശുവിലേക്ക് വളരട്ടെ.